വെൽക്കം. റഹ്മാനാണ്. ഓർഗാനിക് നൈട്രേറ്റ്സ് ഓർ നൈട്രേറ്റ്സ് ഫാർമക്കോളജിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഞ്ചേന പറഞ്ഞു, അഞ്ചേനയിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ഡ്രഗ്സ് ഒക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഞ്ചേന ഒക്കെ പറഞ്ഞു. സോ അഞ്ചേന വീഡിയോ സീരീസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് നൈട്രേറ്റ്സ്. ഇവിടെ നമ്മൾ പറയുന്ന ആദ്യം നൈട്രേറ്റ്സിൽ വാട്ട് ആർ ദ ഡിഫറെന്റ് ഡ്രഗ്സ്, മരുന്നുകൾ ഏതെല്ലാം ഉണ്ട് അത് നമുക്ക് കാണണം. രണ്ട്, നമുക്ക് കാണേണ്ടത് കൈനറ്റിക്സ് ഓഫ് നൈട്രേറ്റ്സിന്റെ കൈനറ്റിക്സ് എന്തൊക്കെയുണ്ട് എന്ന് പറയണം. മൂന്നാമത്തത് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് നൈട്രേറ്റ്സ് പറയണം. നാലാമത്തത് നമുക്ക് പറയേണ്ടത് വാട്ട് ആർ ദ ഡിഫറെന്റ് യൂസസ് പറയുമ്പോൾ അവിടെ നമുക്ക് സയനൈഡ് പോയിസണിങ്ങിനെ കുറച്ച് പറയേണ്ടി വരും. സയനൈഡ് പോയിസണിങ് അതും കൂടി ഒന്ന് പറയണം. ദെൻ 5 അഡ്വേഴ്സ് എഫക്ട്സ് നമ്മൾ പറയും. ദെൻ ആറാമതായിട്ട് കൈനറ്റിക്സിൽ പറയേണ്ടതാണ് അത് നൈട്രേറ്റ് ടോളറൻസ് കൂടി നമുക്ക് പറയാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നൈട്രേറ്റ്സ് ഗ്രൂപ്പ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് എന്ന് വെച്ചാൽ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് അല്ലെങ്കിൽ നമ്മൾ നൈട്രോഗ്ലിസറിൻ, ഈ മരുന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. രണ്ടാമത്തത് ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ് ഓർ ISDN ആണ് രണ്ടാമത്. സോ ഇത് രണ്ടും ഒന്ന് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഷോർട്ട് ആക്ടിങ് നൈട്രേറ്റ്സ് എന്ന് വിളിക്കാം. കാരണം ഇത് കുറച്ച് നേരം മാത്രമാണ് പ്രവർത്തിക്കുക. ഇത് രണ്ടുമാണ് നമ്മൾ എമർജൻസിയിൽ ഉപയോഗിക്കും. അക്യൂട്ട് അഞ്ചേനയിൽ സബ്ലിംഗ്വലായിട്ടൊക്കെ കൊടുക്കുന്ന മരുന്ന് ഇതാണ്. മറ്റു രീതിയിലും കൊടുക്കാം, പ്രൊഫൈലാക്സിനും കൊടുക്കാം. ബാക്കിയുള്ള നൈട്രേറ്റ്സ്, ഇനിയുള്ള നൈട്രേറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ലോങ് ടേം പ്രൊഫൈലാക്സിന് കൊടുക്കുകയാണ്. ലോങ് ടേം പ്രൊഫൈലാക്സിന് കൊടുക്കുന്നത് ഗുളികയായിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ട്രാൻസ്ഡെർമൽ പാച്ച് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പം അതിന് കൊടുക്കുന്നത് ഒന്ന് വീണ്ടും ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് നമുക്ക് കൊടുക്കാം, അത് TD പാച്ച് ലോങ് ടേം ആയിട്ട് കൊടുക്കും. ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ് നമുക്ക് കൊടുക്കാം, ഗുളികയായിട്ട് കൊടുക്കാം. ദെൻ ഗുളികയായിട്ട് മാത്രം അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളാണ് ഞാൻ പറയാം. അത് ഒന്ന് ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ് ഒറ്റ നൈട്രേറ്റ് മാത്രമുള്ളതാണ്, തുടർച്ചയായിട്ട് കൊടുക്കുന്ന ഗുളികയാണ്. ദെൻ എറിത്രിറ്റോൾ അല്ലെങ്കിൽ എറിത്രിറ്റൈൽ എന്നും നമുക്ക് എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല. ടെട്രാ 4 നൈട്രേറ്റ് ഉള്ളത്. ദെൻ പെൻറ്റ എന്ന് എഴുതുക, പെൻറ്റ എറിത്രിറ്റോൾ ടെട്രാ നൈട്രേറ്റ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഇതാണ് ഏറ്റവും പുതിയ നൈട്രേറ്റ്. അതിന്റെ പേര് മോൾസിഡോമിൻ എന്നാണ്. മോൾസിഡോമിൻ എന്ന് പറയുന്ന മരുന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ്. ഇനി പണ്ട് ഉപയോഗിച്ചിട്ടിരുന്ന കുറച്ച് മരുന്നുണ്ട്, അതിൽ ഒന്ന് അമൈൽ നൈട്രേറ്റ് ആണ്. രണ്ടാമത്തത് സോഡിയം നൈട്രേറ്റ്. ഇത് രണ്ടും നമ്മൾ ഉപയോഗിക്കുക സയനൈഡ് പോയിസണിങ്ങിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഇതെല്ലാമാണ് നൈട്രേറ്റ്സ്. കൈനറ്റിക്സിൽ ആദ്യം റൂട്ട് പറയാം. റൂട്ട് ഓൾറെഡി നമ്മൾ കുറച്ച് പറഞ്ഞു. സബ്ലിംഗ്വലായിട്ടാണ് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റും ISDN കൊടുക്കുക എന്ന് പറഞ്ഞു, അത് എമർജൻസിയിലാണ്. ദെൻ അല്ലാതെ നമുക്ക് കൊടുക്കാവുന്നത് ദീർഘനാൾ നേരത്തേക്കാണെങ്കിൽ ട്രാൻസ്ഡെർമൽ പാച്ച് ആയിട്ട് കൊടുക്കാൻ നമ്മൾ പറഞ്ഞു. ഇതാണെങ്കിൽ ഗുളികയായിട്ടായിരിക്കും കൊടുക്കുക. ദെൻ ഇറ്റ്സ് ഓൾസോ അവൈലബിൾ ആയി സ്പ്രേ. ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് സ്പ്രേ രൂപത്തിൽ അവൈലബിൾ ആണ്. IV ഇഞ്ചക്ഷനും അവൈലബിൾ ആണ്. IV പക്ഷേ IM ആയിട്ട് ഒട്ടും കൊടുക്കാൻ പാടില്ല. കനോട്ട് ബി ഗിവൺ ആസ് IM. ഇത് ടാബ്ലറ്റ്സ് ആണ്, ദീർഘനാൾ കൊടുക്കുന്ന ടാബ്ലറ്റ്സ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതെല്ലാം ഗുളിക രൂപത്തിൽ കൊടുക്കുന്ന മരുന്നുകളാണ്. ആൻഡ് ഓൾ ദീസ് ഡ്രഗ്സ്, എല്ലാ മരുന്നുകളും ഹൈലി ലിപ്പോഫിലിക് ആണ്. ലിപ്പോഫിലിസിറ്റി കൂടുതലാണ്, അല്ലെങ്കിൽ നോൺ അയോണിക് ഡ്രഗുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ IM ഇഞ്ചക്ഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. IM കൊടുത്തു കഴിഞ്ഞാൽ മസിൽസിന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും, ഹൈലി പെയിൻഫുൾ ആയിരിക്കും. ISDN ശരീരത്തിൽ വെച്ചിട്ട് ISMN ആയിട്ട് അല്ലെങ്കിൽ ഐസോസോർബൈഡ് മോണോനൈട്രേറ്റ് ആയിട്ട് മാറും. ദിസ് എ പ്രോ ഡ്രഗ്. എല്ലാ മരുന്നുകളും, ദീസ് ഓൾ ഡ്രഗ്സ് ക്യാൻ അണ്ടർഗോ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉള്ള മരുന്നുകളാണ്. പക്ഷേ ISMN there is no first pass metabolism. സോ ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. MCQലൊക്കെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നൈട്രേറ്റ്സ് ഡസൻ അണ്ടർഗോ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ISMN ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബയോ അവൈലബിലിറ്റി 100% ബയോ അവൈലബിലിറ്റി ഉള്ള ഡ്രഗ് ആണ് ISMN എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സബ്ലിംഗ്വലായിട്ട് കൊടുക്കുക. സബ്ലിംഗ്വലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഒഴിവായി വേഗം മരുന്ന് ബ്ലഡിലേക്ക് കയറും. ഇനി ഏറ്റവും ദീർഘനേരം പ്രവർത്തിക്കുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻറ്റാ എറിത്രിറ്റോൾ ടെട്രാ നൈട്രേറ്റ് ആണ്. പെൻറ്റാ എറിത്രിറ്റോൾ. സോ ഏറ്റവും നീളം കൂടിയ പേര് ഇതിന് തന്നെയാണ്. സോ ദിസ് ദ ലോങ്സ്റ്റ് ആക്ടിങ്. വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് ആണ്. ഇപ്പോൾ നേരത്തെ അമൈൽ നൈട്രേറ്റ് ആയിരുന്നു. അമൈൽ നൈട്രേറ്റ് ഇപ്പോൾ പക്ഷേ അഞ്ചേനയിൽ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഗ്ലിസറൈൽ ട്രൈനൈറ്റ്. പരീക്ഷയ്ക്ക് ഇപ്പോൾ ഇതിനകത്ത് അമൈൽ നൈട്രേറ്റ് എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്താൽ യു ഹാവ് ടു റൈറ്റ് ദിസ്. അപ്പോൾ ഇത് എഴുതണം. ഇനി ഫാസ്റ്റസ്റ്റ് ആക്ടിങ് ഏതാണെന്ന് ചോദിച്ചാലും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇതാണ്ട് ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് ആണ് ഫാസ്റ്റസ്റ്റ് ആക്ടിങ്. ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് ആക്ട് ചെയ്യും, 30 മിനിറ്റ്സ് വരെ. ഇത് ലെസ് ദാൻ 5 മിനിറ്റ്സ് മതി. സോ നൗ കമ്മിങ് ടു മെക്കാനിസം ഓഫ് ആക്ഷൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രേറ്റ്സ് ആർ വാസോഡയലേറ്റേഴ്സ്. വാസോ മീൻസ് ബ്ലഡ് വെസൽസ്,
ഡയലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലേറ്റേഴ്സ് മീൻസ് അതിനെ ഇപ്പൊ ഇതാണ് നോർമൽ ബ്ലഡ് വെസൽ എങ്കിൽ അതിനെ ഡയലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതാണ് നോർമൽ ബ്ലഡ് വെസൽ എങ്കിൽ അതിനെ ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാകും. സോ ദീസ് ക്യാൻ ഡയലേറ്റ്. സോ ദീസ് ആർ ആക്ടിങ് ഓൺ ബ്ലഡ് വെസൽസ്, നോട്ട് ഓൺ ദ ഹാർട്ട്. പല ആൾക്കാരും ധാരണ ഹൃദയത്തിലാണ്. ഹൃദയത്തിലെ രക്തക്കുഴലുകളെയും ഡയലേറ്റ് ചെയ്യിക്കാം, പക്ഷെ അല്ലാതെയുള്ള രക്തക്കുഴലുകളെയും ഡയലേറ്റ് ചെയ്യിക്കാം. സോ രക്തക്കുഴലുകളെ ഡയലേറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നൈട്രേറ്റ്സിനുള്ളത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് നമുക്ക് ബ്ലഡ് വെസൽസ് എന്ന് വരയ്ക്കുകയാണെങ്കിൽ ആദ്യം ഇത് എൻഡോത്തീലിയൽ സെൽസ് ആണ്. സോ എൻഡോത്തീലിയൽ സെൽസ് ഇങ്ങനെ വരയ്ക്കുകയാണ് ഞാൻ. ബ്ലഡ് വെസൽസിന്റെ ഏറ്റവും അകത്തുള്ള സെൽസ് ആണ് എൻഡോത്തീലിയൽ സെൽസ് എന്ന് പറയും. ഇതിലൂടെയാണ് ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഈ എൻഡോത്തീലിയൽ സെൽസിന് ചുറ്റും എന്താ ഉള്ളത്? ചുറ്റും ലാമിന ബാക്കി ഭാഗമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് there are certain smooth muscles. ഇവിടെ ഇങ്ങനെ സ്മൂത്ത് മസിൽസ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ്. വെയിൻസിലാണെങ്കിൽ ഈ സ്മൂത്ത് മസിൽസ് കുറവാണ്, ആർട്ടറിയിലാണെങ്കിൽ ഒരുപാട് ലേയേഴ്സ് ഓഫ് സ്മൂത്ത് മസിൽസ് കാണും. സോ ദീസ് സ്മൂത്ത് മസിൽസ് ചുരുങ്ങുന്നതും വികസിക്കുന്ന അനുസരിച്ചിട്ട്, ഇപ്പോൾ ഇത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇതാണ് സ്മൂത്ത് മസിൽ എങ്കിൽ ഇത് കൺട്രാക്ട് ചെയ്താൽ ഇങ്ങോട്ട് ചുരുങ്ങി കഴിഞ്ഞാൽ ഇതിന്റെ ഉൾവട്ടം കുറയും, ഇത് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉൾവട്ടം കൂടും. സോ ദിസ് കോസസ് വാസോഡയലേഷൻ. സോ ദിസ് ആക്ഷൻ ഈസ് ഓൺ ദ സ്മൂത്ത് മസിൽ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, സ്മൂത്ത് മസിൽ. ബ്ലഡ് വെസൽസിന് ചുറ്റും ഉള്ള സ്മൂത്ത് മസിൽസിലാണ് ഇവയുടെ ആക്ഷൻ. എങ്ങനെയാണ് ആക്ട് ചെയ്യുക? സാധാരണ രീതിയിൽ ഈ എൻഡോത്തീലിയൽ സെൽസ്, ദിസ് എൻഡോത്തീലിയൽ സെൽസിൽ നിന്ന് ഒരു നൈട്രിക് ഓക്സൈഡ് ഓർ എൻഡോത്തീലിയൽ ഡിറൈവ്ഡ് റിലാക്സിംഗ് ഫാക്ടർ EDRF എന്നൊക്കെ പറയും. സോ ഇപ്പോഴത്തെ പേര് നൈട്രിക് ഓക്സൈഡ് ആണ്. നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു ആൻഡ് ദിസ് നൈട്രിക് ഓക്സൈഡ് ആക്ട്സ് ഓൺ ദിസ് സ്മൂത്ത് മസിൽസ് ആൻഡ് കോസസ് റിലാക്സേഷൻ. ഇതാണ് സാധാരണ ചെയ്യുക. പക്ഷെ നമ്മളിവിടെ നൈട്രേറ്റ്സ് ആണ് കൊടുക്കുന്നത്. നൈട്രേറ്റ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈട്രേറ്റ്സ് വിൽ റിലീസ് നൈട്രിക് ഓക്സൈഡ്. നൈട്രേറ്റ്സ് ആർ നൈട്രിക് ഓക്സൈഡ് ഡോണേഴ്സ്. നൈട്രിക് ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നു, അതിനെ ഡോണർ ആണ് നൈറ്റ്. സോ അപ്പൊ ഇവിടെ നിന്നൊന്നും വരണ്ട, ഡയറക്റ്റ് ദിസ് ക്യാൻ കോസ് സ്മൂത്ത് മസിൽ റിലാക്സേഷൻ. നൈട്രേറ്റ്സിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിലെത്തി ഇവിടെ എത്തി ബ്ലഡ് വെസൽസിലേക്ക് ഇവിടെ കടന്നു കഴിയുമ്പോഴത്തേക്കും ദിസ് വിൽ ബി ആക്റ്റഡ് അപ്പോൺ ബൈ സർട്ടൻ എൻസൈംസ്, സൾഫൈഡൽ ഗ്രൂപ്പ്സ് ഉള്ള എൻസൈംസ്. എൻസൈംസിന്റെ ഒരെണ്ണത്തിന്റെ പേര് വൺ ഈസ് മാഡ്. മാഡ് മീൻസ് മൈറ്റോകോൺട്രിയൽ ആൽഡിഹൈഡ് എൻസൈം. രണ്ടാമത്തത് ഗ്ലൂട്ടത്തയോൺ ട്രാൻസ്ഫറേസസ്. സോ നൈട്രേറ്റ്സ് നമ്മൾ കൊടുക്കുന്നു. നൈട്രേറ്റ്സിന് ഓരോ നൈട്രേറ്റ്സ് അനുസരിച്ച് ഇപ്പോൾ ഗ്ലൂട്ടത്തയോൺ ട്രാൻസ്ഫറേസ് ആക്ട് ചെയ്യുന്നത് നൈട്രോഗ്ലിസറിനിലാണ്, അമൈൽ നൈട്രേറ്റിൽ ചിലപ്പോൾ ഇതായിരിക്കും ആക്ട് ചെയ്യുക. സോ ഡിപ്പെൻഡ്സ്. എന്തായാലും രണ്ട് തരം എൻസൈംസ് ഓർ സം അതർ എൻസൈംസ് വിൽ റിലീസ് നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യും. ഇവിടെ ഒരു ഡ്രഗിനൊരു പ്രത്യേകതയുണ്ട്. ആ ഡ്രഗിന്റെ പേര് മോൾസിഡോമിൻ ആണ്. മോൾസിഡോമിൻ എന്ന് പറയുന്ന ഡ്രഗിന് ഇവിടെ ഇങ്ങനെ എൻസൈംസിന്റെ സഹായം ആവശ്യമില്ല. സോ ഇത് ഇമ്പോർട്ടന്റ് ഇൻ നമ്മൾ ടോളറൻസ് പഠിക്കുമ്പോൾ അത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. സോ നൈട്രിക് ഓക്സൈഡിന്റെ പണി എന്താ? വാട്ട് ഇസ് ദിസ് നൈട്രിക് ഓക്സൈഡ് വിൽ ഡു? നൈട്രിക് ഓക്സൈഡ് വിൽ ആക്ട് ഓൺ ആൻ എൻസൈം കോൾഡ് ആസ് ഗുവാനൈലൈൽ, GUA, ഗുവാനൈലൈൽ സൈക്ലേസ്. സൈക്ലേസ് എന്ന് വെച്ചാൽ എന്തിനെയോ സൈക്ലിക് ആക്കുകയാണ്. എന്തിനാണ് സൈക്ലിക് ആക്കുക? GTP പിടിച്ചിട്ട് സൈക്ലിക് GMP ആക്കി മാറ്റുന്ന എൻസൈമാണ് ഗുവാനൈലൈൽ സൈക്ലേസ്. സോ നൈട്രിക് ഓക്സൈഡ് വിൽ സ്റ്റിമുലേറ്റ്, ഇതിന്റെ പ്രവർത്തനം കൂട്ടും. ഇതിന്റെ പ്രവർത്തനം കൂട്ടുമ്പോൾ എന്തുണ്ടാകും? സൈക്ലിക് GMP ഒരുപാടുണ്ടാകും. പിന്നെ സൈക്ലിക് GMP എന്താണ് ചെയ്യാന്ന് ചോദിച്ചാൽ, സൈക്ലിക് GMP ചെയ്യുന്ന രണ്ട് പ്രവൃത്തികളാണ് ചെയ്യുക. സോ അതിനു മുമ്പ് നമുക്ക് മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം നമുക്കറിയാം. there is a thick filament and there is a thin filament. ഇങ്ങനെ നമ്മൾ മസിൽ കൺട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്നിന്റെ പേര് ആക്ടിൻ എന്നാണ്, മറ്റേത് മയോസിൻ ആണ്. മയോസിൻ ആക്ടിനിലേക്ക് പതിയെ ഇങ്ങനെ പോയി ഒട്ടിച്ചേർന്നിരിക്കണം അല്ലെ. മയോസിനും ആക്ടിനും കൂടിച്ചേരണം, അതാണ് തടയുക. മയോസിൻ കൂടിച്ചേരണമെങ്കിൽ ഒന്ന് മയോസിന്റെ പുറത്ത് ഒരു ഫോസ്ഫേറ്റ് വന്ന് ഒട്ടിച്ചേരണം, രണ്ട് കാൽഷ്യം ഇവിടെ ഉണ്ടായിരിക്കണം. സോ സൈക്ലിക് GMPയുടെ ഇൻക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ സൈക്ലിക് GMP ക്യാൻ കോസ് ഓർ ഇൻഹിബിറ്റ്, അത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്, അതിന്റെ പേര് മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ്. മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഫോസ്ഫേറ്റ് പിടിക്കൽ ഇല്ലാതെയാകും. അല്ലെങ്കിൽ ഉള്ള ഫോസ്ഫേറ്റിനെ നമുക്ക് കളയാനായിട്ടാണെങ്കിൽ മയോസിൻ ലൈറ്റ് ചെയിൻ ഫോസ്ഫറ്റേസ്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്താലും മതി. ഇതിന്റെ ആക്ഷൻ കൂട്ടുകയോ ഇതിന്റെ ആക്ഷൻ കുറയ്ക്കുകയോ. പ്രധാനമായിട്ടും മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസിന്റെ ആക്ഷൻ ഇൻഹിബിറ്റ് ആണ്. ഇത് കൂടിക്കഴിഞ്ഞാൽ ഫോസ്ഫേറ്റിനെ പുറത്തേക്കാക്കും. ഇത് ഫോസ്ഫേറ്റ് പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. രണ്ടായാലും there is no phosphate. So one is inhibit the phosphate binding to myosin. രണ്ടാമത്തത് കാൽഷ്യം റിലീസ് കുറയ്ക്കുന്നു. കാൽഷ്യം എവിടെയാണ്? ഇപ്പോൾ ഈ സ്മൂത്ത് മസിലാണ്. സ്മൂത്ത് മസിൽസിന്
മസിൽസിനകത്ത് റഫ് എൻഡോപ്ലാസ്മിക് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണും, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തായിരിക്കും കാൽഷ്യം. അവിടെ നിന്ന് കാൽഷ്യം പുറത്തേക്ക് വരുന്നത് തടയുന്നു. ഇത് രണ്ടും എന്തിനു വേണം? മസിൽ കൺട്രാക്ഷൻ അത്യാവശ്യം. ഇവിടെ ഇങ്ങനെ മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ ഇത് അത്യാവശ്യമാണ്. സോ രണ്ടും നടക്കില്ല. സോ ഇൻക്രീസ് ഇൻ സൈക്ലിക് AMP ഇൻഹിബിറ്റ് മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് ആൻഡ് ഓൾസോ ഇൻഹിബിറ്റ് കാൽഷ്യം. സോ ദീസ് ബോത്ത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ദർ ഈസ് നോ മയോസിൻ ആക്ടിൻ ഇന്ററാക്ഷൻ. ആക്ടിനും മയോസിനും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇല്ല, ഓർ ബൈൻഡിങ് ഇല്ല. സോ ദർ ഈസ് നോ കൺട്രാക്ഷൻ. മസിൽസിന് കൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ദീസ് സ്മൂത്ത് മസിൽസ് കനോട്ട് കൺസ്ട്രിക്ട്. എന്ത് പറ്റും? സ്മൂത്ത് മസിൽസിന് കൺസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതാണ് സ്മൂത്ത് മസിൽ ലെയർ എങ്കിൽ ദിസ് ഈസ് എ സ്മൂത്ത് മസിൽ. ഇതിന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ദിസ് ബ്ലഡ് വെസൽ വിൽ ബി റിലാക്സ്ഡ് ആണെന്ന് നമുക്ക് പറയാം. സോ ഇങ്ങനെയാണ് ബ്ലഡ് വെസൽസിനെ റിലാക്സ് ചെയ്യുന്ന. ആൻഡ് ദിസ് റിലാക്സേഷൻ കോസ് വാസോ ഡയലേഷൻ. സോ നൈട്രേറ്റ്സ് ആർ വാസോ ഡയലേറ്റേഴ്സ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത് ഏത് തരം ബ്ലഡ് വെസലുകളെയാണ് ഡയലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് തരം പ്രധാനപ്പെട്ട ബ്ലഡ് വെസൽ ഉണ്ട്. ഒന്ന് ആർട്ടറി ആണ്, ആർട്ടറി. രണ്ട് വെയിൻ ആണ്. സോ ദേ ആക്ട് predominantly on the vein. കാരണം നൈട്രേറ്റ്സിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കാനുള്ള എൻസൈംസ് വെയിനിലാണ് കൂടുതൽ. വെയിനിലുള്ള സ്മൂത്ത് മസിൽസിലാണ് ഇത് കൂടുതൽ. സോ ദീസ് ആർ ആക്ടിങ് ഹിയർ ഓൺ ദ വെയിൻ. സോ ദീസ് ആർ വാസോഡയലേറ്റേഴ്സ് ആൻഡ് predominantly these are venodilators. Or these causes venodilatation more than arterial dilatation. They can also dilate arteries, but more pronounced effect is on vein. So venodilators. So these are vasodilators and venodilators. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വെയിൻസ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അഞ്ചേനയെ ബാധിക്കുക, അല്ലെങ്കിൽ അഞ്ചേനയിൽ എന്ത് ഗുണമാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വാട്ട് ഹാപ്പൻ ഇൻ സ്റ്റേബിൾ അഞ്ചേന, അവിടെ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ടിപ്പിക്കൽ അഞ്ചേനയിൽ എന്താണ് ഗുണം. സോ നമുക്കൊന്ന് ഹൃദയം വരയ്ക്കാം. ഹൃദയത്തിലേക്ക് ബ്ലഡ് വെസൽ വരുന്നത് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ വഴിയാണ്. സോ ദീസ് ആർ വെയിൻസ്. ഇത് വെയിൻസ് ആണ്. ഇതിങ്ങനെ ഇതെല്ലാം വെയിൻസ് ആണെന്ന് വിചാരിക്കുക. സോ ദീസ് ഓൾ ആർ വെയിൻ. ഹൃദയത്തിലേക്ക് ബ്ലഡ് വരുന്നു. സോ ഇത് ഡയലേറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇഫ് ദ വെയിൻസ് ആർ ഡയലേറ്റഡ് ഹിയർ മോർ, ഇവിടെയുള്ള വെയിൻസുകൾ ഡയലേറ്റ് ചെയ്ത് എന്ത് പറ്റും? ബ്ലഡ് വിൽ ബി പൂൾഡ് ഹിയർ, അല്ലെ? ഇവിടെ ബ്ലഡ് കൂടുതൽ, അല്ലെങ്കിൽ ദീസ് ആർ കോൾഡ് ആസ് കപ്പാസിറ്റൻസ് വെസൽസ് എന്നാണ് നമ്മൾ ഇതിന് പറയാം. സോ കപ്പാസിറ്റൻസ് വെസൽസ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയത്തിലേക്ക് തിരിച്ചു പോകുന്ന ബ്ലഡിന്റെ എമൗണ്ട് കുറയും. കാരണം ബ്ലഡ് ഇവിടെ കിടക്കുകയാണ്. സോ ഇങ്ങോട്ടേക്ക് കുറയും. സോ വെയിൻസ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വെയിൻസിൽ കിടക്കും, പൂളിംഗ് ഓഫ് ബ്ലഡ് ഉണ്ടാകും. ഹൃദയത്തിലേക്ക് തിരിച്ചു ചെല്ലുന്ന ബ്ലഡിന്റെ എമൗണ്ട് ഇവിടെ വരുന്നത് കുറയും. ഹൃദയത്തിലേക്ക് തിരിച്ചു വരുന്ന ബ്ലഡിന്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? എൻഡ് ഡയസ്റ്റോളിക് വോളിയം, ഇവിടെ നിന്നുള്ള എൻഡ് ഡയസ്റ്റോളിക് വോളിയം കുറയും. സാധാരണ ഇത് 135 to 150 വരെയാണ് നമ്മൾ പറയാം. അതിനേക്കാൾ താഴെയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഹൃദയത്തിന്റെ ജോലിഭാരം കുറഞ്ഞു. അത്രയും ബ്ലഡ് പുറം തള്ളിയാൽ മതി. സോ ഹൃദയത്തിന്റെ ജോലിഭാരം ഓർ പ്രീലോഡ് കുറയും. സോ ഡിക്രീസ് ഇൻ എൻഡ് ഡയസ്റ്റോളിക് വോളിയം മീൻസ് ഡിക്രീസ് ഇൻ പ്രീലോഡ്. ഹൃദയത്തിന്റെ പ്രീലോഡ് കുറയുമ്പോഴത്തേക്കും സിസ്റ്റോളിയിൽ എടുക്കേണ്ട സമയം കുറച്ച് മതി. സോ ഡിക്രീസ്ഡ് സിസ്റ്റോളി. സോ ഡിക്രീസ് സിസ്റ്റോളി ആകുമ്പോഴത്തേക്കും ഹൃദയത്തിന് കൂടുതൽ റിലാക്സ് ചെയ്യാനായിട്ട് സമയം കിട്ടും. സോ ഡയസ്റ്റോളിക് ഡ്യൂറേഷൻ ഈസ് മോർ. ഡയസ്റ്റോളിക് ഡ്യൂറേഷൻ കൂടുതൽ കിട്ടും. കുറച്ച് ബ്ലഡ് പുറം തള്ളിയാൽ മതി. അതുകൊണ്ട് സിസ്റ്റോളി കുറച്ച് സമയം ചെലവാക്കിയാൽ മതി. സോ ഹൃദയത്തിന്റെ പണി കുറച്ച് കുറഞ്ഞു, ജോലിഭാരം കുറച്ച് കുറഞ്ഞു. നമുക്ക് വേറെ ഒരു കാര്യം കൂടി അറിയാം. നമ്മുടെ ഹൃദയത്തിന് ബ്ലഡ് കൊടുക്കുന്നത് കൊറോണറി ആർട്ടറീസ് ആണെന്ന് നമുക്കറിയാം. കൊറോണറി ആർട്ടറീസ് എപ്പോഴാണ് ഹൃദയത്തിന് ബ്ലഡ് കൊടുക്കുന്നത്? വെൻ ദ ഹേർട്ട് ഈസ് ഇൻ ഡയസ്റ്റോളിക് ഫേസ്. ഹൃദയം ചുരുങ്ങുന്ന സിസ്റ്റോളിക് ഫേസിലല്ല. സിസ്റ്റോളിക് സമയത്ത് ഹൃദയത്തിലെ കൊറോണറീസ് ചുരുങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഡയസ്റ്റോളിക് സമയത്ത്, ഹൃദയത്തിൽ റിലാക്സ് ചെയ്യുന്ന സമയത്താണ് ഹൃദയത്തിലേക്ക് ബ്ലഡ് സപ്ലൈ. അഞ്ചേനായ പ്രശ്നം ഹൃദയത്തിനാണ് ബ്ലഡ് സപ്ലൈ കുറവ്. സോ കൊടുക്കുന്ന സമയം ഡയസ്റ്റോളിയാണ്. ഇവിടെ കൂടുതൽ നേരം ഡയസ്റ്റോളി കിട്ടുമ്പോഴത്തേക്കും കൂടുതൽ ബ്ലഡ്. സോ കൊറോണറി ആർട്ടറീസ് ഓപ്പൺസ് മോർ. സോ മോർ ബ്ലഡ് ടു ഹേർട്ട് മസിൽ. സോ ഇൻസ്റ്റേബിൾ അഞ്ചേന എവിടെയായിരുന്നു പ്രശ്നം എന്നാണ് നമ്മൾ പറഞ്ഞത്? ദാറ്റ് ഈസ് ഇൻ സബ് എൻഡോകാർഡിയൽ മയോകാർഡിയത്തിലാണ്. അവിടെയാണ് ഓക്സിജൻ സപ്ലൈ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ കുറവ് മൂലമുള്ള ഡാമേജ്. സോ അവിടെ കൂടുതൽ ബ്ലഡ്. സോ ഇഷ്കീമിയ കുറഞ്ഞു, അഞ്ചേന കുറഞ്ഞു. സോ സ്റ്റേബിൾ അഞ്ചേനയിൽ ഇതാണ് മെക്കാനിസം. ഇനി ആർട്ടറീസിനെയും ചെറുതായിട്ട് ഡയലേറ്റ് ചെയ്യുന്നുണ്ട്. നേരിട്ട് ഡയലേറ്റ് ചെയ്യിക്കാം. അപ്പോൾ ആർട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോകുന്ന അയോട്ട കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഓക്കെ, ഇത് ആർട്ടറി ആണെങ്കിൽ ഇവിടെ ഡയലേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആഫ്റ്റർ ലോഡും പുറന്തള്ളാനുള്ള ആ ശേഷിയും കുറച്ച് ഉപയോഗിച്ചാൽ മതി.
അപ്പോൾ ഹൃദയത്തിന് അങ്ങനെയും ഗുണം കിട്ടും. സോ മോസ്റ്റ്ലി ഇറ്റ് റെഡ്യൂസസ് ദ പ്രീലോഡ് ബൈ ഡയലേറ്റിംഗ് സം ആർട്ടറീസ്. ഇറ്റ് ക്യാൻ ഡിക്രീസ് ദ ആഫ്റ്റർ ലോഡ് ഓൾസോ. ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ ഡയലേറ്റ് കൊറോണറി ആർട്ടറി. ഇനി അൺസ്റ്റേബിൾ അഞ്ചൈനയിൽ അൺസ്റ്റേബിൾ അല്ല, ഇനി പ്രിൻസ് മെറ്റൽ അഞ്ചൈനയിൽ അല്ലെങ്കിൽ വാസോസ്പാസ്റ്റിക് അഞ്ചൈനയിൽ എങ്ങനെയാണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊറോണറിയിലാണ് നേരിട്ട്. ഇപ്പോൾ ഹൃദയം ഇങ്ങനെ വീണ്ടും നമ്മളൊന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇവിടുന്ന് കൊറോണറി ആർട്ടറി ഇടത്തേക്കും വലത്തേക്കും ഓരോന്ന് പോകുന്നു. അതിന്റെ ബ്രാഞ്ചസ് ആണല്ലോ ഇങ്ങനെ ഉള്ളത്. സോ ഇവിടെ നേരിട്ട് നൈട്രിക് ഓക്സൈഡ് ബ്ലഡ് വെസൽസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ലാർജ് കൊറോണറി, വലിയ കൊറോണറി ഡയലേറ്റ് ചെയ്യും. സോ ലാർജ് കൊറോണറി ആർട്ടറീസ് ആർ ഡയലേറ്റഡ്. സോ വാസോ ഡയലേഷൻ ഉണ്ടാകും. സോ അങ്ങനെയാണ് പ്രിൻസ് മെറ്റൽ ഓർ വാസോസ്പാസ്റ്റിക് അഞ്ചൈനയിൽ ഗുണം ഉണ്ടാക്കുക. സോ നൈട്രേറ്റ്സ് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന വലിയ ആർട്ടറികളെ ഡയലേറ്റ് ചെയ്യിക്കുന്നതിനാൽ കൂടുതൽ ബ്ലഡ് ഹൃദയത്തിന്റെ ഇസ്കീമിക് ഭാഗങ്ങളിലേക്ക് എത്തും. സോ ഇവിടെയാണ് ഇപ്പോൾ ഒരു തടസ്സം അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ കുറവെങ്കിൽ ഇങ്ങോട്ടേക്ക് കൂടുതൽ ബ്ലഡ് എത്തിക്കാനായിട്ട് ആർക്ക് പറ്റും? നൈട്രേറ്റ്സിന് പറ്റും. സോ നൈട്രേറ്റ്സിന്റെ പ്രധാന പ്രത്യേകത അതാണ്. ഹൃദയത്തിന്റെ ഇസ്കീമിക് ഭാഗത്തേക്ക് കൂടുതലായിട്ട് ബ്ലഡ് എത്തിക്കാനുള്ള കഴിവാണ് നൈട്രേറ്റ്സിന് ഗുണകരമാകുന്നത്. ഇൻ അഞ്ചൈന അൾട്ടിമേറ്റ്ലി നൈട്രേറ്റ്സ് ബ്രിങ് മോർ ബ്ലഡ് ടു ദ ഇസ്കീമിക് ഏരിയാസ് ഓഫ് ദ ഹാർട്ട്. സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ സ്റ്റേബിൾ അഞ്ചൈന ആൻഡ് ഓൾസോ ഇൻ പ്രിൻസ് മെറ്റൽ ഓർ വാസോസ്പാസ്റ്റിക് അഞ്ചൈന. ഇതാണ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ അപ്പം യൂസസ് ഇപ്പം നമുക്കറിയാം ഓൾറെഡി അഞ്ചൈന, അതാദ്യമേ അങ്ങ് എഴുതാം. അഞ്ചൈനയിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം. ഏതെല്ലാം അഞ്ചൈനയിൽ ഉപയോഗിക്കാം? സ്റ്റേബിൾ ഓർ ടിപ്പിക്കൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് വേരിയന്റ് ഓർ പ്രിൻസ് മെറ്റൽ അഞ്ചൈനയിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോഴൊക്കെ ഉപയോഗിക്കാം. സ്റ്റേബിൾ അഞ്ചൈനയിലേക്ക് നമുക്ക് എമർജൻസിയിൽ നമുക്ക് ഉപയോഗിക്കാം. എമർജൻസി അല്ലെങ്കിൽ നമുക്കതിനെ അക്യൂട്ട് എന്ന് പറയാം. അക്യൂട്ട് ആണെങ്കിൽ നമ്മൾ കൊടുക്കുക സബ്ലിംഗ്വൽ ആയിട്ടുള്ള നൈട്രോഗ്ലിസറിൻ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നത് ഐസോസോർബൈഡ് ഡൈനൈട്രേറ്റ്. ഇത് രണ്ടും സബ്ലിംഗ്വലായിട്ട് കൊടുക്കും. സബ്ലിംഗ്വലായിട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ നെഞ്ചുവേദന തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒരു ഗുളിക കഴിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഗുളിക കഴിച്ചിട്ടും ശമിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഗുളിക കഴിക്കാം. എന്നിട്ടും ശമിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ഗുളിക കഴിക്കാം. സോ 5 മിനിറ്റ്സ് ഇന്റർവെല്ലിൽ നമുക്ക് ഓരോ ഗുളിക വെച്ച് കഴിക്കാം. 3 ഗുളിക കഴിച്ചിട്ടും ഫലമില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകുക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കഴിക്കാം? മിക്കവാറും ഇതിൽ വെച്ചിട്ട് ഫലം കിട്ടും. സ്റ്റേബിൾ അഞ്ചൈനയിലൊക്കെ ആണെങ്കിൽ ഫലം കിട്ടും. വാസോസ്പാസ്റ്റിക് ആണെങ്കിൽ രാത്രിയാണ്. ഇമ്മീഡിയറ്റ് എഫക്ട് നമുക്ക് കിട്ടും. നോ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. അതുകൊണ്ടാണ് നമ്മൾ സബ് ലിംഗ്വലായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തത്, ഇത് എമർജൻസിയാണ്. രണ്ടാമത്തത് സെയിം കേസിൽ തന്നെ നമുക്ക് പ്രിവെൻഷൻ കൊടുക്കാം, അല്ലെങ്കിൽ പ്രിവെൻഷന് നമുക്ക് പറയാം തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക. ക്രോണിക് അഞ്ചൈനയിലാണ് അത് കൊടുക്കുക. ക്രോണിക് അഞ്ചൈനയിൽ നമുക്ക് പ്രിവെൻഷന് വേണ്ടി പ്രൊഫൈലാറ്റിക് ആയിട്ട് കൊടുക്കാം. നൈട്രോഗ്ലിസറിൻ ആണെങ്കിൽ NTG ആണെങ്കിൽ TD പാച്ചസ് ആയിട്ടാണ് കൊടുക്കുക. TD പാച്ചസ് നമ്മൾ ഒട്ടിച്ച് വെക്കണം ശരീരത്തിൽ. പല സ്ഥലത്തെ ആയിട്ടായിരിക്കും നമ്മൾ ഒട്ടിക്കുക. അതിന് നമ്മൾ എന്താ പറയാ, റൊട്ടേഷൻ ഓഫ് സൈഡ്സ് എന്നാണ് പറയാം. ഇപ്പോൾ ഒരെണ്ണം കയ്യിലാണെങ്കിൽ പിറ്റേ ദിവസം നെഞ്ചത്തായിരിക്കും, പിറ്റേ ദിവസം മുതുകത്തായിരിക്കും. സോ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഒട്ടിക്കുക. ഓയിൻമെന്റ് ആയിട്ടും നൈട്രോഗ്ലിസറിൻ ഉപയോഗിക്കാറുണ്ട്. ഓയിൻമെന്റ് പുരട്ടുമ്പോൾ സൂക്ഷിക്കേണ്ടത് പുരട്ടുന്നയാൾ ഗ്ലൗസ് ഇട്ട് വേണം പുരട്ടാൻ. ഹൈലി ലിപ്പോഫിലിക് ഡ്രഗ് ആണ്. ഇനി ചിലപ്പോഴെങ്കിലും തുടർച്ചയായിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. രാത്രി നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ചിലപ്പോൾ രാത്രി നമ്മൾ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ടോളറൻസിൽ നമുക്ക് പറയാം. സോ ദിസ് ദ യൂസസ് ഇൻ അഞ്ചൈന. രണ്ടാമത്തെ പ്രധാനപ്പെട്ട യൂസ് ഈസ് ഇൻ MIയിലാണ്, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ അഞ്ചൈന കഴിഞ്ഞിട്ട് അത് MI ആവുന്ന കേസിലാണ്, അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. ഇതിനകത്ത് നമ്മൾ കൊടുക്കുക IV ഇൻഫ്യൂഷൻ ആയിട്ടായിരിക്കും കൊടുക്കുക. IV ഇൻഫ്യൂഷൻ ആദ്യമേ ഇത് കയറി കൊടുക്കുകയല്ല, നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട പല മരുന്നുകളൊക്കെ കൊടുക്കണം. ആസ്പിരിൻ അങ്ങനെയൊക്കെ അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ പറയാം. എന്തായാലും നൈട്രോഗ്ലിസറിൻ കൊടുക്കാം. നൈട്രോഗ്ലിസറിൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുക 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, രോഗിയുടെ ബ്ലഡ് പ്രഷർ മസ്റ്റ് ബി എബവ് 90 മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയേക്കാൾ കൂടുതലായിരിക്കണം, എങ്കിൽ മാത്രമേ കൊടുക്കാവൂ. 2, അയാളുടെ ഹൃദയമിടിപ്പ് 50നും 100നും ഇടയിലായിരിക്കണം. 50ൽ താഴാനും പാടില്ല, 100ൽ കൂടുതൽ ആവാനും പാടില്ല. സോ എങ്കിൽ മാത്രമേ നമുക്ക് IV ആയിട്ട് നൈട്രോഗ്ലിസറിൻ കൊടുക്കാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തെ ഉപയോഗം ഈസ് ഇൻ അക്യൂട്ട് പൾമണറി എഡീമ ഓർ അല്ലെങ്കിൽ നമുക്ക് അക്യൂട്ട് ലെഫ്റ്റ് വെൻട്രിക്കുലാർ ഫെയിലിയർ. സോ ഇവിടെയും കൊടുക്കാം. ഇവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ലൂപ്പ് ഡയോർട്ടിക് ആണ്. ലൂപ്പ് ഡയോർട്ടിക് എക്സാമ്പിൾ ഫുറോസിമൈഡ് ആണ്. ദെൻ മോർഫിൻ നമുക്ക് കൊടുക്കാം. മോർഫിൻ. ദെൻ വി ക്യാൻ ഗിവ് നൈട്രോഗ്ലിസറിൻ. സോ ഇവിടെയും നൈട്രോഗ്ലിസറിൻ നമുക്ക് വേണമെങ്കിൽ IV ആയിട്ടൊക്കെ കൊടുക്കാം. നാലാമത്തെ ഉപയോഗം കാർഡിയാക് സർജറിയിലാണ്. കാർഡിയാക് സർജറിയുടെ സമയത്ത് ഉണ്ടാകുന്ന
ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി അഞ്ചാമത്തെ ഉപയോഗം നമ്മളിപ്പോൾ ഓൾറെഡി എൻ്റെ ഈ മെക്കാനിസം പറഞ്ഞു സ്മൂത്ത് മസിൽ റിലാക്സൻ്റ് ആണ്. അപ്പോൾ സ്മൂത്ത് മസിൽസ് എവിടെയെങ്കിലും കൊളുത്തിപ്പിടുത്തമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അല്ലെ. സ്മൂത്ത് മസിൽസിന്റെ കൊളുത്തിപ്പിടുത്തം, കോളിക്കി പെയിൻ ഓർ സ്പാസ്മോഡിക് പെയിൻ എല്ലായിടത്തേലും നമുക്ക് കൊടുക്കാറില്ല. നമ്മൾ കൊടുക്കുന്നത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് ബീലിയറി ട്രാക്ട്, ലിവറിൽ ആ ബീലിയറി ട്രാക്റ്റിൽ ഉണ്ടാവുന്ന കോളിക്കി പെയിന് ദിസ് ഈസ് നൈട്രോഗ്ലിസറിൻ ഈസ് ദ ബെസ്റ്റ്. ദെൻ നമുക്ക് കൊടുക്കാവുന്നത് ഈസോഫാജിയൽ സ്പാസത്തിലും നമുക്ക് കൊടുക്കാം. സോ ബൈലറി സ്പാസത്തിലും ഈസോഫാജിയൽ സ്പാസത്തിലും നമ്മൾ ആന്റിസ്പാസ്മോഡിക് ആയിട്ട് കൊടുക്കുന്നത് നൈട്രേറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുക. എന്ന് വെച്ച് റീനൽ കോളിക്കിൽ കൊടുത്താൽ പണി പാളും, അതിൽ എഫക്റ്റീവ് അല്ല. അവിടെ നമുക്ക് NSAIDസോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇനി അടുത്ത യൂസ് ഇതിന്റെ ഒരു അഡ്വേഴ്സ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്ത യൂസ് നമുക്ക് എഴുതാം ഇൻ സയനൈഡ് പോയിസണിങ്ങിലാണ് നമ്മൾ കൊടുക്കുക. സയനൈഡ് പോയിസണിങ്ങിൽ നമുക്ക് നൈട്രേറ്റ്സ് കൊടുക്കാം. നമ്മൾ കൊടുക്കുന്നത് സാധാരണ സോഡിയം നൈട്രേറ്റ് ആണ്. സോഡിയം നൈട്രേറ്റ് ഓർ അമൈൽ നൈട്രേറ്റ് ഓർ സോഡിയം നൈട്രേറ്റ് ആണ് നമ്മൾ കൊടുക്കുക. ഇത് ഇഞ്ചക്ഷൻ ആയിട്ടാണ്, ഇത് ഇൻഹലേഷൻ ആയിട്ടാണ് കൊടുക്കുക. സോ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞു. എന്താണ് അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റോ ISDNO ഇങ്ങനെയൊക്കെയുള്ള കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹീമോഗ്ലോബിനിലെ ഫെറസ് ഇങ്ങനെയാണ് ഇരിക്കുക. അതിനെ മെത്ത് ഹീമോഗ്ലോബിൻ ആക്കി മാറ്റും. മെത്ത് ഹീമോഗ്ലോബിൻ മീൻസ് Fe3+ ആക്കി മാറ്റുന്ന ഒരു പ്രശ്നമുണ്ട്. സോ ഇത് ഇങ്ങനെ ഉണ്ടാവുന്നതിനെ നമ്മൾ വിളിക്കുക മെത്ത് ഹീമോഗ്ലോബിനീമിയ. മൊത്തം എഴുതുന്നില്ല, മെത്ത് ഹീമോഗ്ലോബിനീമിയ എന്നാണ് അതിനെ പറയുക. അതാണ് നമ്മുടെ അഡ്വേഴ്സ് എഫക്ട്. പക്ഷെ ഇതാണ് ഇവിടെ നമ്മുടെ രക്ഷകനാവുന്നത്. സയനൈഡ് പോയിസണിങ്ങിൽ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സയനൈഡ് പോയിസണിങ്ങിൽ വി ആർ ഗിവിങ് നൈട്രേറ്റ്സ് കൊടുത്തിട്ട് ഉദാഹരണത്തിന് സോഡിയം നൈട്രേറ്റ് നമ്മൾ കൊടുക്കുകയാണ്. ഒരു 10% സോഡിയം നൈട്രേറ്റ് 30 ml സൊല്യൂഷൻ ആണ് ഉള്ളത്. അത് നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ ഹീമോഗ്ലോബിനെ നമ്മൾ മെത്ത് ഹീമോഗ്ലോബിൻ ആക്കി മാറ്റാം. അല്ലെങ്കിൽ അമൈൽ നൈട്രേറ്റ് കൊടുത്താലും ഇത് മെത്ത് ഹീമോഗ്ലോബിൻ ആക്കി മാറ്റാം. മെത്ത് ഹീമോഗ്ലോബിനിൽ ആര് വന്ന് പിടിക്കും? മെത്ത് ഹീമോഗ്ലോബിനിൽ വന്ന് പിടിക്കുന്നത് സയനൈഡ് ഇവിടെ വന്ന് പിടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? മെത്ത് ഹീമോഗ്ലോബിൻ ഉണ്ടാവും. സോ നമ്മുടെ ഹീമോഗ്ലോബിന് പകരം മെത്ത് ഹീമോഗ്ലോബിനിലെ വന്ന് പിടിക്കാൻ. സോ വി ആർ ഗിവിംഗ് എ ബൈൻഡർ എന്നല്ലല്ലോ നമുക്ക് അതിന് പറയാം. നമ്മൾ അതിനൊരു ഒട്ടിച്ചേരാനായിട്ട് വി ആർ സപ്ലൈങ്, നമ്മളൊരു ചീലേറ്റർ കൊടുക്കുകയാണ്. വി ആർ സപ്ലൈങ് എ ചീലേറ്റർ. ആ ചീലേറ്റർ ആണ് മെത്ത് ഹീമോഗ്ലോബിൻ. മെത്ത് ഹീമോഗ്ലോബിൻ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കതിനെ പതിയെ സോഡിയം തയോസയനൈറ്റ് ആക്കി മാറ്റാം. സോഡിയം തയോസയനൈറ്റ് ആക്കി മാറ്റാൻ നമ്മൾ എന്ത് കൊടുക്കണം? സോഡിയം തയോസൾഫേറ്റ് കൂടി കൊടുത്താൽ മതി. സോഡിയം തയോസൾഫേറ്റ് നമ്മൾ ഹൈപ്പോ ആണ്, അതൊരു 25% സൊല്യൂഷൻ, ഒരു 50 ml അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി കൺവേർട്ടഡ് ടു സോഡിയം തയോസയനൈറ്റ് ആയി. സോഡിയം തയോസയനൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് യൂറിനിലൂടെ അതിനെ പുറത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ഡയാലിസിസ് ചെയ്യാം. ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാം. സോ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് കളയാം. ഇനി വേറൊരാൾ കൂടി ഉണ്ട്, നമുക്ക് ഹൈഡ്രോക്സി കോബാലമിൻ കൊടുത്താലും നമുക്ക് ഈ പരിപാടി നടക്കും. ഹൈഡ്രോക്സി കോബാലമിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കോബാൾട്ട് ഉണ്ട് ഇതിനകത്ത്. ഈ കോബാൾട്ട് വിൽ ഇന്ററാക്ട് വിത്ത് ദി സയനൈഡ്. അപ്പൊ അങ്ങനെ കോബാൾട്ടും കൂടി ചേർന്നിട്ട് സയനൈഡും കൂടി ചേർന്നിട്ട് ഇവിടെ സയനോമെത്ത് ഹീമോഗ്ലോബിന് പകരം സയനോകോബാലമിൻ ആകും. ഈ സയനോകോബാലമിൻ നമ്മൾ സോഡിയം തയോസൾഫേറ്റ് കൊടുത്തിട്ട് സോഡിയം തയോസയനൈറ്റ് ഒക്കെ ആക്കിയിട്ട് യൂറിനിലൂടെ കളയും. സോ 2 drugs, ഒന്ന് നൈട്രേറ്റ്സ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ B12 ആയിട്ടുള്ള ഹൈഡ്രോക്സി കോബാലമിൻ കൊടുത്തും നമുക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് സൈഡ് എഫക്ട്സ് ഓർ അഡ്വേഴ്സ് എഫക്ട് ADRs ഓഫ് നൈട്രേറ്റ്സ് എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിനീമിയ. ഓക്കെ, അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അതാണ് ഒരു അഡ്വേഴ്സ് എഫക്ട്. അതല്ല, പക്ഷെ പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്ട് സിവിയർ, കഠിനമായ ത്രോബിംഗ് ഓർ പൾസറ്റൈൽ. ഇത്രയൊക്കെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തത് എന്താണ്? ഹെഡേക്ക്, തലവേദനയാണ്. ഭയങ്കരമായ തലവേദനയാണ്. കാരണം ബ്രെയിനിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള സിവിയർ ഹെഡേക്ക് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്ട്. അതിനൊപ്പം തന്നെ ഫ്ലഷിംഗ് ഉണ്ടാകും. ഫ്ലഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കൊഴലുകൾ വികസിച്ചിട്ട് ഇപ്പൊ മുഖമൊക്കെ ചുവന്ന് തുടിച്ചു വരിക, സ്കിന്നാണെങ്കിൽ ആ ഭാഗം ചുവന്ന് തുടിച്ചു വരിക, കുറച്ച് ചൂട്, ശരീരത്തിൽ ചൂടൊക്കെ തോന്നുക. സോ അതാണ് വാസോ ഡയലറ്റേഷൻ മൂലം ഉണ്ടാകുന്നതാണ് ഫ്ലഷിംഗ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാം. മൂന്നാമത്തെ പ്രശ്നം കൈകാലുകളിൽ, ഇപ്പൊ കാലിതാണെങ്കിൽ ഇവിടെയുള്ള ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും, ബ്ലഡ് ഇവിടെ കിടക്കുമ്പോൾ പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കാം. പോസ്റ്റുറൽ ഹൈപ്പോടെൻഷന് മറ്റൊരു വാക്ക് ഓർത്തോസ്റ്റാറ്റിക് എന്ന് വെച്ചാൽ കിടന്നിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലചുറ്റലാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ
ഉണ്ടാക്കാം. നാലാമത്തെ സൈഡ് എഫക്റ്റ് ഹൈപ്പോടെൻഷൻ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഹൈപ്പോടെൻഷൻ ബ്ലഡ് അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഹൈപ്പോടെൻഷൻ ആണെങ്കിൽ ഹൃദയം അതിനനുസരിച്ച് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. സോ ടാക്കിക്കാർഡിയ, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് പറഞ്ഞാൽ റിഫ്ലക്സ് ടാക്കിക്കാർഡിയ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ലോക്കലായിട്ട് പാൽപിറ്റേഷൻസ് എന്ന് പറയാം. ദെൻ ബ്ലഡ് വെസൽസ് ഇങ്ങനെ ഡയലേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഉണ്ടാകുന്നതാണ് ഹൈപ്പോടെൻഷൻ ഉണ്ടാകും നമുക്കറിയാം. സോ ഇറ്റ് ക്യാൻ കോസ് ഹൈപ്പോടെൻഷനും റിഫ്ലക്സ് ടാക്കിക്കാർഡിയം ഉണ്ടാക്കും. ദെൻ സംടൈംസ് ദിസ് ക്യാൻ കോസ് സം ടൈപ്പ് ഓഫ് അലർജീസ് ഉണ്ടാക്കാം. ഓക്കെ, ദെൻ അടുത്തത് ഇൻക്രീസ് ഇൻട്രാ ഓക്കുലാർ പ്രഷർ, കണ്ണിനകത്ത് ഗ്ലൂക്കോമാപ്പ വർദ്ധിക്കാം. ദെൻ ഇൻക്രീസ് ഇൻട്രാ ക്രേനിയൽ ടെൻഷൻ, തലച്ചോറിനകത്ത് ടെൻഷൻ വർദ്ധിക്കാം, അതുകൊണ്ട് തലവേദന കൂടും. സോ രണ്ട് രീതിയിൽ തലവേദന, ഇവിടെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻക്രീസ് ഇൻട്രാക്രേനിയൽ ടെൻഷൻ, രണ്ട് രീതിയിലും തലവേദന വർദ്ധിക്കും. പിന്നെ നമുക്ക് ഫൈനൽ കാര്യം ഇതിനകത്ത് പറയാനുള്ളത് ടോളറൻസ് ആണ്. ടോളറൻസ് റിലേറ്റഡ് ടു നൈട്രേറ്റ്സ്. സോ നൈട്രേറ്റ്സിന് ടോളറൻസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം, സ്ഥിരമായിട്ട് നൈട്രേറ്റ്സ് കൊടുത്താൽ ഫലം കുറയും. പ്രത്യേകിച്ച് ട്രാൻസ്ഡെർമൽ നൈട്രോഗ്ലിസറിനൊക്കെ സ്ഥിരമായിട്ട് ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ, ഗുളികകൾ തുടർച്ചയായിട്ട് കൊടുത്തു കഴിയുമ്പോൾ. സോ ഇതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞു നൈട്രേറ്റ്സിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതിന് കുറച്ച് എൻസൈംസിന്റെ ആവശ്യമുണ്ട്. ഈ എൻസൈംസ് കുറച്ച് സ്ഥിരമായിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് പണിമുട്ടും. സോ അതുകൊണ്ടാണ് കൂടുതൽ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്നില്ല. സോ ഡിക്രീസ് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുമ്പോൾ അപ്പോഴാണ് ഈ ടോളറൻസ് ഉണ്ടാവുക. സോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ എൻസൈംസിനെ റീആക്ടിവേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ്. റീആക്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 8 to 12 hours നൈട്രേറ്റ് ഫ്രീ ഇന്റർവെൽ കൊടുത്താൽ മതി. രാത്രിയോ പകലോ ഡിപ്പെൻസ്. ഇപ്പോൾ രാത്രി മീൻസ് വാസോസ്പാസ്റ്റിക് അഞ്ചൈന ഉള്ള ആൾക്കാർക്ക് രാത്രി ഉറക്കത്തിലാണ്. സോ അവർക്ക് രാത്രി മരുന്ന് കിട്ടണം. മറ്റേ എക്സേഷണൽ അഞ്ചൈന ഉള്ള ആൾക്കാർക്ക് പകലാണ്. സോ അവർക്ക് പകലും മരുന്ന് കിട്ടണം. സോ അതനുസരിച്ച് മരുന്നിന്റെ അളവ് ഒന്ന് വ്യത്യാസപ്പെടുത്തി ഒന്ന് നോക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, മരുന്നുകൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കി സമയങ്ങളിൽ ഫ്രീയും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ടോളറൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് നൈട്രേറ്റ് ടോളറൻസ്. ഇനി സബ് ലിംഗൽ റൂട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നൈട്രേറ്റ് ടോളറൻസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മോൾസിഡോമിൻ എന്ന് പറയുന്ന മരുന്നിന് ടോളറൻസ് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അത് ഈ എൻസൈംസിനെ റെസ്പെക്റ്റീവ് ഓഫ് ദിസ് എൻസൈം ഇറ്റ് ക്യാൻ റിലീസ് നൈട്രിക് ഓക്സൈഡ്. അതും കൂടി ഓർത്ത്. ദെൻ ഒരു കാര്യം കൂടി പറയാം, ഒരു മൺഡേ സിൻഡ്രോം എന്ന് പറഞ്ഞ് കേൾക്കാം, ചിലപ്പോൾ ഇതിനൊപ്പം ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ആക്ച്വലി ഗുളിക കഴിക്കുന്ന ആൾക്കാരുള്ള പ്രശ്നമല്ല. ഗുളികയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളിലുള്ള ജോലിക്കാരുടെ ഒരു പ്രശ്നമാണ്. ഈ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ് ആണ് ഡൈനാമിറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. നമുക്കറിയാം ആൽഫ്രഡ് നോബൽ ഫേമസ്. സോ ഡൈനാമിറ്റ് ഉണ്ടാക്കാനായിട്ട് വളരെ രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെ ഇത് ഒരുപാട് ഉണ്ടാക്കിപ്പോയി. അവിടെ വരുന്ന ആൾക്കാർക്ക് തിങ്കളാഴ്ച വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്ക് പ്രശ്നമൊക്കെ തീർന്നു. വെള്ളിയാഴ്ച വീട്ടിലേക്ക് പോകുന്നു. ശനി ഞായർ കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ പ്രശ്നം. ഇത് സംഭവം ഇതാണ്, മൺഡേ ജോലിക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഈ എൻസൈംസ് അവിടെ തീരുന്നു, പണി മുടക്കുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ തുടർച്ചയായിട്ട് ഈ എൻസൈംസ് ഇല്ല, അതുകൊണ്ട് പ്രശ്നങ്ങളില്ല. പക്ഷേ തിങ്കൾ കഴിഞ്ഞ് ചൊവ്വയും കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ ഈ എൻസൈംസ് പുതിയതായിട്ടുണ്ടായി വീണ്ടും പ്രശ്നം ആരംഭിക്കുകയാണ്. സോ അതാണ് ഈ മൺഡേ സിൻഡ്രോം എന്ന് പറയുന്ന രോഗം. ബിക്കോസ് ഓഫ് ടോളറൻസുമായിട്ട് റിലേറ്റഡ് കാര്യം. പ്രധാനപ്പെട്ട ഡ്രഗ് ഇന്ററാക്ഷൻ ഇതിനകത്ത് വരുന്നത്, നമ്മൾ സൈക്ലിക് GMPയുടെ എമൗണ്ട് ഇത് വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു. ഈ സൈക്ലിക് GMP നശിപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ ഫോസ്ഫോഡൈഎസ്ട്രേസ് 5 എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. സോ ഇഫ് യു ഇൻഹിബിറ്റ് ദിസ് ഫോസ്ഫോഡൈഎസ്ട്രേസ് 5നെ തടയുന്ന ചില മരുന്നുകളുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് വയാഗ്ര. അതിന്റെ ശരിക്കും പേര് സിൽഡനാഫിൽ പോലെയുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഫോസ്ഫോഡൈഎസ്ട്രേസിനെ തടഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് GMPയുടെ എമൗണ്ട് ഭയങ്കരമായിട്ട് വർദ്ധിക്കും. സോ ഇത് സിവിയർ, ആള് പെട്ടെന്ന് മരിക്കാനൊക്കെ കാരണമാകും. ഓക്കെ, ഹാർട്ട് അറ്റാക്കും സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കാരണമാകും. സോ നെവർ ഗീവ് ഫോസ്ഫോഡൈഎസ്ട്രേസ് ഇൻഹിബിറ്റേഴ്സ്, എസ്പെഷ്യലി PDE5 ഇൻഹിബിറ്റേഴ്സ് വിത്ത് നൈട്രേറ്റ്സ്. നൈട്രേറ്റ്സിന്റെ ഒപ്പം രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഡയലേഷൻ ഉണ്ടാക്കാം. സോ ഇതാണ് ഒരു ഡ്രഗ് ഇന്ററാക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നൈട്രേറ്റ്സിനെ പറ്റി പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.